അപ്പോൾ ഞാനിന്ന് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് കിച്ചണിലും ബാത്റൂമിലൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് കാണണ്ടേ. ഇതാണ് കേട്ടോ നമ്മുടെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് പോലത്തെ ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകണ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പിൽ ഇത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകണ സ്ക്രബ്ബർ, പിന്നെ വിമ്മൊക്കെ ഇടുന്ന പാത്രം, അങ്ങനെ നമ്മൾ കിച്ചണിൽ പാത്രം കഴുകാനൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം ഇതിലിട്ട് വയ്ക്കാം കേട്ടോ. നല്ല സ്റ്റീലിൻ്റെ പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാനൊരു വില കുറഞ്ഞതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സെറ്റിങ്സാണിത്. അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മീഷോ എന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതിലെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കമ്പിയിലായിട്ട് ഇതേപോലെ നമ്മൾ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൊരു ലോക്കറുണ്ട്, അത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം എനിക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടോ, ഇതെങ്ങനെയെന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞാൻ മീഷോയിലെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അതിൽ ഡെമോ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ രണ്ട് കമ്പികളകത്തേക്ക് നല്ല പ്രസ്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് എഡ്ജ് കൊടുത്തിട്ടുണ്ടാവും. ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. രണ്ട് സൈഡും വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു സൈഡ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടാവും, ടോപ്പ് നന്നായിട്ട് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ. ഒരു സൈഡിൽ ഗ്യാപ്പ് കുറവായിരിക്കും. ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അടിയിലെ മുകളിലെ കമ്പി രണ്ട് എഡ്ജിലേക്ക് നന്നായിട്ട് വീഴണം. അപ്പോൾ നന്നായിട്ട് എഡ്ജിൽ കമ്പി നല്ല ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും പോരില്ല കേട്ടോ. പിന്നെ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു ലോക്കറാണ് പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പി എഡ്ജിൽ നിന്ന് വിട്ടുപോരും. പിന്നെ അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ചില പൈപ്പിലൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നല്ല ലൂസായിട്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ കമ്പിയുടെ അവിടെ വന്ന് ഇത് ലോക്കായി കൊടുക്കും. അപ്പോൾ ലോക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി. ചില പൈപ്പുകൾക്ക് ഇത് അത്യാവശ്യമായിട്ട് വരില്ല, അപ്പോൾ അത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില പൈപ്പുകൾക്ക് ഇത് അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് വെച്ച് കൊടുത്താലാണ് നല്ല ടൈറ്റിലിരിക്കുള്ളൂ. അപ്പോൾ അതൊരു എക്സ്ട്രാ പീസാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാ പൈപ്പിലും ഫിറ്റ് ആവില്ല കേട്ടോ. ഇതേപോലെ ഭിത്തിയിൽ നിന്ന് കുറച്ച് തള്ളി നിൽക്കണ പൈപ്പിലൊക്കെയാണ് കറക്റ്റായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭിത്തിയുമ്മ തട്ടിയിട്ട് നമുക്കിതുമ്മ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കിച്ചണിലാണ് ഞാൻ എപ്പോഴും പാത്രമൊക്കെ കഴുകണത്. അപ്പോൾ ഇവിടുത്തെ പൈപ്പ് ഭിത്തിനോട് കുറച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ താഴെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഭിത്തിയമ്മ തടഞ്ഞിട്ട് കറക്റ്റായിട്ട് പൈപ്പ് ഫിറ്റ് ആവണില്ല. അപ്പോൾ ഞാനത് പൈപ്പിൻ്റെ കുറച്ച് മുകളിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോൾ പൈപ്പ് കറക്റ്റായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ പൈപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തിണ്ണയുടെ അരിക് അതങ്ങനെ തടഞ്ഞ് നിന്നോളും.
പൈപ്പുമ്മ വെച്ചിട്ട് അതിൻ്റെ ആ മൂടി പോലത്തെ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യുക. വേണ്ടത് പൈപ്പിൻ്റെ താഴെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, മുകളിലാണ് ഫിറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബർ, പിന്നെ ബ്രഷ്, അങ്ങനെ കുറേ ടൂൾസൊക്കെ അടുക്കളയിലുണ്ടാവുമല്ലോ, നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഇതിലിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ വിമ്മൊക്കെ ഇട്ടൊക്കെ വയ്ക്കുന്ന പാത്രമൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. മീഷോ എന്നാണ് വാങ്ങിയത്. മിക്ക പ്രോഡക്റ്റ് മീഷോ എന്നാണ് കേട്ടോ വാങ്ങണത്. ഇതിൽ നല്ല വിലക്കുറവായിരിക്കും. അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തപ്പോൾ എന്നെ നല്ല ഉപകാരമെന്ന് തോന്നിയതിന് ശേഷം വീണ്ടും 2 കൂടി വാങ്ങിയിട്ടോ. അപ്പോൾ ഇത് വില കുറഞ്ഞതാണ് വാങ്ങിയത്, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തുരുമ്പ് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വില കൂടിയ നല്ല ഒറിജിനൽ സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാം. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 2 ഒരുമിച്ച് ഓർഡർ ചെയ്ത് വാങ്ങി. അപ്പോൾ ഒരെണ്ണം ബാത്റൂമിൽ വാഷ് ബേസിൻ്റെ അവിടെ ചകിരിയൊക്കെ വയ്ക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്തു. പിന്നെ ഒരെണ്ണം വേറൊരു അടുക്കളയിൽ വയ്ക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. അങ്ങനെ 2 വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് 2 വീണ്ടും വാങ്ങിച്ചത്. 2 ഒരുമിച്ചാണ് വന്നത് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇത് ബാത്റൂമിൻ്റെ വാഷ് ബേസിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാമ്പു, വെളിച്ചെണ്ണ, ഫേസ് വാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ്, ബ്രഷ് അതൊക്കെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാനിതിൽ സോപ്പും ചകിരിയൊക്കെയാണ് വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചകിരിയൊക്കെ കുളിച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വാർന്ന് വയ്ക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണത്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇത്തിരി വില കൂടുതലുള്ള ടൈപ്പ് വാങ്ങിക്കാം കേട്ടോ. ഞാൻ കുറഞ്ഞത് വാങ്ങിച്ച കാരണം ചെറുതായിട്ട് തുരുമ്പ് പിടിക്കുന്നുണ്ട്.